ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ്. അതായത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ ഷെയർ ചെയ്ത ടിപ്സ് തന്നെയാണ്. അത് പല വീഡിയോസിലായിട്ട് ചെതറിക്കിടക്കുകയാണ്. അതെല്ലാം കൂടി ഒന്നിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് മാത്രം. ഇതിന്റെ പല എപ്പിസോഡ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 10 ടിപ്സ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തുടക്കക്കാർക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടിപ്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ഫോർക്കിനെ പറ്റിയാണ്. അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഫോർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുക്കർ പുലാവ്, കുക്കർ ബിരിയാണി, തേങ്ങാച്ചോറ്, എന്തിനു പറയുന്നു, നമ്മുടെ ഉപ്പുമാവ്, ഇതെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോർക്ക് ഉപയോഗിക്കുന്നത്. സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. പക്ഷെ ഫോർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും തന്നെ കട്ട കൂടാതെ നമ്മുടെ ചോറൊന്നും ഒട്ടും തന്നെ മുറിഞ്ഞു പോവാതെ ഈ ഫോർക്ക് വെച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലഫി ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ ഫോർക്ക് എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് തേങ്ങയിൽ നിന്ന് തേങ്ങാക്കൊത്ത് എടുക്കാമെന്ന് നോക്കിയാലോ, നമ്മൾ രണ്ടാമത്തെ ടിപ്പായിട്ട്. അതിനുവേണ്ടി നമുക്ക് തേങ്ങ ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ച് തേങ്ങ നല്ല തണുത്തതിന് ശേഷം പുറത്തെടുത്തിട്ട് നല്ല ചൂട് വെള്ളത്തിൽ 2-3 മിനിറ്റ് അങ്ങ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം പുറത്തെടുത്ത് നന്നായി വാഷ് ചെയ്തിട്ട് തുടച്ചതിന് ശേഷം അതിൽ നിന്ന് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ തേങ്ങക്കൊത്തൊന്ന് എടുത്ത് നോക്കൂ. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങക്കൊത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ നൈസാക്കി അരിഞ്ഞ് കറികൾക്കും ഇതുപോലെ നീളത്തിലരിഞ്ഞ് പായസത്തിലേക്ക് നമുക്ക് തേങ്ങക്കൊത്ത് എടുക്കാം. ഇഷ്ടപ്പെട്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. അതായത് പലവരുടെ വീട്ടിലും ചിരവിയില്ല. ഈവൻ എൻ്റെ വീട്ടിലും ചിരവിയില്ല. അപ്പം ചിരവിയില്ലെങ്കിലും തേങ്ങ എങ്ങനെ ചിരകിയെടുക്കാം, അല്ലെങ്കിൽ ചിരകിയ തേങ്ങ പോലെ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് അനുസരിച്ച് നമുക്ക് തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പൂൾ എടുത്തതിന് ശേഷം അതിൻ്റെ ബ്രൗൺ ഭാഗം മുറിച്ച് കളയുക. മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങ് മുറിച്ചെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ പൾസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇതുപോലെ നല്ല ചിരവയിൽ ചിരകിയ തേങ്ങ പോലെ നമുക്ക് മിക്സിയിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ്, നമുക്ക് മുട്ട പുഴുങ്ങാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ കുക്കറിൽ മുട്ട പുഴുങ്ങിയിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് തൊലി കളയാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ മുട്ട വെച്ച് കൊടുക്കുക. വെള്ളം എടുക്കുക. അതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വിനീഗർ അല്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വെക്കുക. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിടുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കുക്കർ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്ന് നമ്മുടെ മുട്ട നല്ല തണുത്ത വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതങ്ങെടുത്ത് ഇങ്ങനെ തൊലി കളയുകയാണെങ്കിൽ സൂപ്പർ ഈസി ആയിട്ട് ആ തൊലി അങ്ങ് ഊരിപ്പോരും. അതായത് ഇതിലെ മുട്ടയുടെ അംശങ്ങളൊന്നും പറ്റി പിടിക്കില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ട തൊലി കളയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണേ. നമ്മുടെ അരിയിലും അതുപോലെ തന്നെ പൾസസ്, പരിപ്പ്, പയറ്, മുതിരയിലൊക്കെ ഈ കീടങ്ങൾ വരുന്നത് പതിവായ കാര്യമാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അരിയിലാണെങ്കിലും പൾസസിലാണെങ്കിലും ഒക്കെ ഇതുപോലെ 2-3 തണ്ടോട് കൂടിയിട്ടുള്ള ഉണക്കമുളക് ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ബേ ലീവ്സ് ആണെങ്കിലും ഉണങ്ങിയ മഞ്ഞളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് വെച്ചാലും കീടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്താണെന്നറിയാമോ. നമ്മുടെ അടുക്കളയിൽ ഈ കറിവേപ്പില എങ്ങനെയാണ് കുറേ ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാമെന്നാണ്. അപ്പോൾ ഈ കാണുന്ന കുപ്പിയിൽ ഞാൻ വെച്ചിരിക്കുന്ന കറിവേപ്പില 2 ആഴ്ചയോളം പഴക്കമുള്ളതാണ്. വളരെ ഫ്രഷ് ആയിരിക്കുന്നത് കണ്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഗ്ലാസിൻ്റെ കുപ്പിയിലാണ് നമ്മൾ കറിവേപ്പില സൂക്ഷിക്കുന്നത്. അപ്പം നന്നായിട്ട് കുപ്പി വാഷ് ചെയ്തതിന് ശേഷം ഉണക്കിയെടുക്കുക. അതിലോട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത കറിവേപ്പില വെച്ച് കൊടുക്കാം. അപ്പം എന്തായാലും ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 മാസത്തോളം കറിവേപ്പില കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അടുത്ത ടിപ്പ്, നമുക്കെങ്ങനെയാണ് പച്ചമുളക് കേടുകൂടാതെ സൂക്ഷിക്കാമെന്നാണ്. ഈ കണ്ടെയ്നറിൽ കാണുന്നത് 10 ദിവസം പഴക്കമുള്ള പച്ചമുളകാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ എടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലോട്ട് ഒരു കിച്ചൺ ടിഷ്യോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലോ മടക്കി വെച്ച് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കണ്ടെയ്നറിൽ. അതെപ്പോഴും ശ്രദ്ധിക്കുക. നന്നായിട്ട് വാഷ് ചെയ്യണം. അതിൽ കംപ്ലീറ്റ് വെള്ളം അങ്ങ് തുടച്ച് കളയണം. തുടച്ച് കളഞ്ഞതിന് ശേഷം ചില പച്ചമുളക് കേടാണ്. ഈ കേടായതെല്ലാം മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഞെട്ടി അങ്ങ് കളയണം. ഞെട്ടിയോടുകൂടി പച്ചമുളക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് ഞെട്ടി കളഞ്ഞതിന് ശേഷം ഈ
കണ്ടെയ്നറിലോട്ട് കിച്ചൺ ടവലോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂവോ വെച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂവോ വെച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്ന പച്ചക്കറികളിലൊന്നാണ് വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക അരിയാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ല, കാരണം കയ്യിലാകെ കൊഴുകൊഴുപ്പ് വരും, സ്റ്റിക്കി ആവുമെന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ് അല്ലേ. പക്ഷേ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതായത് നമ്മൾ വെണ്ടയ്ക്ക അരിയുന്നേക്കാൾ മുൻപായിട്ട് ഒരു ചെറുനാരങ്ങ എടുക്കുക, ചെറുനാരങ്ങ ഒന്ന് മുറിക്കുക, ചെറുനാരങ്ങ നീര് കുറച്ച് കത്തിയിലൊന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഈ വെണ്ടയ്ക്ക അരിയാണെങ്കിൽ ഒട്ടും തന്നെ കൊഴുകൊഴുപ്പില്ലാതെ പശപശപ്പില്ലാതെ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ചെറുതായിട്ട് പശപശപ്പ് വരുന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും കുറച്ച് ചെറുനാരങ്ങ നീര് കത്തിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. വെണ്ടയ്ക്ക കുക്ക് ചെയ്യുന്ന സമയത്തും ഒരല്പം ചെറുനാരങ്ങ നീര് വെണ്ടയ്ക്കയിലോട്ട് അങ്ങ് ഒഴിച്ചതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പശപശപ്പ് മാറി നല്ല ക്രിസ്പി ആയിട്ട് മാറും. കുറച്ച് ഫ്രീ ടൈം ഉള്ളപ്പോൾ അല്ലെങ്കിൽ TV കാണുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും തൊലി കളഞ്ഞതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള ജോലി കുറഞ്ഞു കിട്ടും. അതായത് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഇതെല്ലാം തൊലി കളയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ ഉള്ളിയെല്ലാം തൊലി കളഞ്ഞങ്ങ് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. നിങ്ങളും ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അവസാനത്തെ ടിപ്പ് എന്താണെന്നറിയാമോ? നമ്മുടെ പ്രഷർ കുക്കർ ക്ലീനിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് പ്രഷർ കുക്കർ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം പ്രഷർ കുക്കറിൻ്റെ അടപ്പാണ്, അതായത് മൂടിയാണ്. മൂടിയിൽ പ്രത്യേകിച്ച് നോസിലിൻ്റെ ഭാഗം നല്ല ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് അതിൽ കൂടെ നല്ല ഫോഴ്സിൽ വെള്ളം കടത്തിവിടുക. ആ നോസിലിൽ കൂടെ നല്ലോണം വെള്ളം താഴോട്ട് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കഞ്ഞിയും അതുപോലെ തന്നെ ചോറൊക്കെ വെക്കുമ്പോൾ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അതിൽ വന്ന് അടഞ്ഞിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ വിസിൽ വരാനും ബുദ്ധിമുട്ടായിരിക്കും, മാത്രമല്ല അപകടങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വെയിറ്റിലും നല്ലോണം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഊതി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും പാർട്ടിക്കിൾസ് അതിൽ തടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും.